ഇന്നൊരു കർഷകന്റെ കഥ കേട്ടാലോ. ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് തന്റെ പ്രിയപ്പെട്ട ഒരു കുതിരയും ഉണ്ടായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ആ കുതിര എവിടേക്കോ ഓടിപ്പോയി. ഗ്രാമവാസികൾ അയാളോട് പറഞ്ഞു, ഹോ, ഇത് നിന്റെ നിർഭാഗ്യം തന്നെ. കർഷകൻ ശാന്തമായിട്ട് മറുപടി പറഞ്ഞു, ഭാഗ്യമോ നിർഭാഗ്യമോ അതറിയില്ല. കുറച്ചു ദിവസത്തിന് ശേഷം കർഷകന്റെ ഓടിപ്പോയ കുതിര 9 കുതിരകളുമായി തിരികെ വന്നു. ഗ്രാമവാസികൾ ഇത് കണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഹോ, നിന്റെ ഭാഗ്യം തന്നെ. അദ്ദേഹം ശാന്തമായി അപ്പോഴും മറുപടി പറഞ്ഞു, ഭാഗ്യമോ നിർഭാഗ്യമോ ഇതറിയില്ല. പിറ്റേന്ന് കർഷകന്റെ മകൻ കുതിരകൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുതിരയിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. ഗ്രാമവാസികൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഹോ, നിന്റെ മകന്റെ ഒരു കാര്യം ദൗർഭാഗ്യകരം തന്നെ. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഭാഗ്യമോ നിർഭാഗ്യമോ അറിയില്ല. കുറച്ചു ദിവസത്തിന് ശേഷം ആ രാജ്യത്തിലെ രാജാവ് ഗ്രാമത്തിലെ എല്ലാ യുവാക്കളോടും യുദ്ധത്തിനായി കടന്നു വരാൻ പറഞ്ഞു. കാലൊടിഞ്ഞു കിടന്ന കർഷകന്റെ മകന് യുദ്ധത്തിന് പോകേണ്ടി വന്നില്ല. അപ്പോൾ ഗ്രാമവാസികൾ പറഞ്ഞു, ഹോ, നിന്റെ മകൻ ഒരു ഭാഗ്യവാൻ തന്നെ, അവൻ രക്ഷപ്പെട്ടല്ലോ. ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പോഴും ഒരു പുഞ്ചിരിയോടെ കർഷകൻ ഇപ്രകാരം പറഞ്ഞു, ഭാഗ്യമോ നിർഭാഗ്യമോ അതറിയില്ല. ഈ കർഷകന്റെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാഗ്യമായിക്കോട്ടെ നിർഭാഗ്യമായിക്കോട്ടെ ശരികളായിക്കോട്ടെ തെറ്റുകളായിക്കോട്ടെ ചില സമയമെങ്കിലും ഇതിന്റെ ഒന്നും അർത്ഥം കൃത്യമായി നമുക്ക് മനസ്സിലാകണമെന്നില്ല. നമ്മുടെ കൺട്രോളിലുള്ള ഏക കാര്യം എന്ന് പറയുന്നത് എംബ്രേസ് ദ അൺസർട്ടനിറ്റി എന്നുള്ളതാണ്. നമ്മുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ, റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ, ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ, ഒരു പുതിയ പാർട്ണറെ കണ്ടെത്തുമ്പോൾ ആളുകൾ പെട്ടെന്ന് തന്നെ നമ്മളെ ജഡ്ജ് ചെയ്തേക്കാം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡിറ്റാച്ച് ഫ്രം ഇമ്മീഡിയറ്റ് ജഡ്ജ്മെന്റ്സ് എന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഫേസിലും ഇതുപോലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ കടന്നു വരുമ്പോൾ ആ ജേണിയെ എംബ്രേസ് ചെയ്ത് അത് എൻജോയ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം.